പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയും അഭിയും സംസാരിക്കുന്നത് ദേവയാനി കേൾക്കുകയാണ്. ആ സമയത്ത് നയനയുടെ കുഞ്ഞില്ലാതാവണം, അതുകൊണ്ടാണ് നന്ദുവിൻ്റെ ആക്സിഡൻറ്റും അതുപോലെ ആദർശ് വിളിക്കാത്തതിനൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോവിക്കുന്ന വർത്താനം പറയണം. ആ കുഞ്ഞ് അവൾക്ക് നഷ്ടമാണ്, അതാണ് നമുക്ക് നല്ലത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദേവയാനി കേൾക്കുകയാണ്. അങ്ങനെ ജലജനോട് ചോദ്യം ചെയ്യുന്നുണ്ട്, എൻ്റെ പേരക്കുട്ടിയെ എനിക്ക് നഷ്ടപ്പെടണം അല്ലേ, അതാണല്ലേ നിങ്ങളുടെ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജലജയുടെ കവിളത്തിൽ അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജലജയോട് വെട്ടിത്തുറന്ന് അഭിയാണ് തെറ്റ് ചെയ്തത്, എൻ്റെ ആദർശല്ല, ചന്തുമോളുടെ കുഞ്ഞ് അഭിയാണ്, അത് എൻ്റെ മോൻ ഏറ്റെടുത്തിരിക്കുകയാണ്, അത് നിന്നെയും അതുപോലെ തന്നെ നവ്യയും ഒക്കെ രക്ഷിക്കാനാണ്, പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് അവന് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സത്യങ്ങൾ അങ്ങ് വെട്ടിത്തുറന്ന് പറയുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇനി ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിക്കും, ഇവിടെ നിനക്ക് നല്ലതുപോലെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ചൊൽപ്പടിക്കനുസരിച്ച് നീ നിൽക്കേണ്ടി വരും, അല്ലാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല, അല്ലെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ നവ്യയോട് പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ വഴികളും ഞാൻ മുട്ടിച്ചു തരും, ഇപ്പോൾ നിങ്ങൾ നവ്യയുടെ ബലത്തിലാണല്ലോ ജീവിക്കുന്നത്, അതങ്ങ് ഞാൻ ഇല്ലാണ്ടാക്കി തരും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കും എൻ്റെ മരുമകൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്തു തരണം, അതിനിടയിൽ വല്ല വയറിളകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല, നീ അടുക്കളയിൽ കയറുമ്പോൾ നിൻ്റെ കൂടെ ഞാനുണ്ടാകും, ഞാൻ പറയുന്നതനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്തോണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വല്ല ഉടായ്പുമായി വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ആദ്യം തന്നെ ജലജയെ വിളിച്ചുകൂട്ടി കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നയനോട് ചോദിക്കണം, മോളെ നിനക്കല്ലേ കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്, നിനക്ക് കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ ജലജാൻറ്റിക്ക് വല്ലാത്തൊരു വിഷമം, എന്നിട്ട് ജലജാൻറ്റി മസാജ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ജലജയെ ആക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഇതെന്തൊരു അത്ഭുതം, എന്താ ഇവർക്ക് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന എണീറ്റ് വന്ന്, എന്താ അമ്മ ഇവിടെ നടക്കുന്നത്, എൻ്റെ കാല് തിരുമ്മി തരാനുള്ളത് അമ്മയ്ക്ക് ആഗ്രഹമെന്നോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, അതിനൊക്കെ ഒരു ഇതുണ്ട്, ഞാൻ പറയുന്നത് ഇപ്പോൾ അവൾ അക്ഷരം പ്രതി അനുസരിക്കും, അതൊക്കെ നിന്നോട് ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജലജയെ കൊണ്ട് നമ്മുടെ നവ്യയുടെ കാല് കുഴമ്പ് തേച്ച് തിരുമിക്കുകയാണ്. എന്നിട്ട് പല രീതിയിലും തിരുമ്മി കൊടുക്കാനും മസാജ് ചെയ്ത് കൊടുക്കാനും അതുപോലെ കൈകളും തിരുമ്മി കൊടുക്കാനും ഒക്കെ നമ്മുടെ ദേവയാനി ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ നമ്മുടെ ജലജ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നിവർത്തിയില്ല, നവ്യയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയും, അതുകൊണ്ടാണ് നമ്മുടെ ജലജ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ ഇതെന്ത് പറ്റി, കാക്ക മലർന്ന് പറക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് നോക്കണമല്ലോ, ഇനി വേറെ വല്ല ഉദ്ദേശവും ഉണ്ടോ, കാരണം വേറെ വല്ല ഉദ്ദേശവും ഇവരെ മനസ്സിൽ കടന്നു കൂടിയാലാണ് നമ്മളെ സ്നേഹിക്കാൻ ഇവരെ നോക്കുക, എന്നാലല്ലേ അവർ ചെയ്ത തെറ്റുകൾ നമ്മൾ അവരിലേക്ക് സംശയം പോവാതിരിക്കുകയുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓരോന്ന് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുമ്പോൾ, ഇതൊന്നുമല്ല, ഇവർ അഭിയും അമ്മയും കൂടെ സംസാരിക്കുന്നത്, ഇവളും മോനും സംസാരിക്കുന്നത് ഞാൻ കേട്ടോ, നിൻ്റെ കുഞ്ഞിനെ കൊല്ലാനും ആദർശം കൊണ്ട് തിരിച്ചു വരാതിരിക്കാനും നിനക്ക് സങ്കടങ്ങൾ ഓരോന്നായിട്ട് തരാനും വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു, അത് ഞാൻ കേട്ടു. അപ്പം ഞാൻ ആ ചില സത്യങ്ങളൊക്കെ അങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞു മോളെ, കാരണം ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണ് എന്നുള്ളത് ഇവളൊന്ന് അറിയണമല്ലോ, മോനെ വാനോളം പുകഴ്ത്തി നടക്കുന്ന ഇവള് സത്യങ്ങളൊന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി, പക്ഷേ നവ്യയോട് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഇവൾ നല്ലതുപോലെ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ നവ്യയോട് ഉറപ്പായിട്ടും പറയും, കാരണം നവ്യയുടെ ബലത്തിലാണല്ലോ ഇവർ ജീവിക്കുന്നത്, അങ്ങനെ എൻ്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാതെ ഇവരങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട, എൻ്റെ ഞാൻ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റിച്ചാൽ പിന്നെ നവ്യയോട് ഞാൻ വിവരം അറിയിക്കും, പിന്നെ ഇവരും പുറത്താകും, നവ്യ എന്നേക്കുമായിട്ട് ഇവരെ ആട്ടി ഓടിക്കുകയും ചെയ്യും, ആരെ ബലത്തിലും ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല, പിന്നെ തെണ്ടി തിരിഞ്ഞ് ജീവിക്കേണ്ടി വരും, അതിനുള്ള അവസ്ഥ ഇവളായിട്ടുണ്ടാക്കിയാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അതിനെക്കൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ഇനി അനുസരിച്ച് ഇവളിവിടെ ജീവിക്കും, അതാണ് ഇനി ഇവൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. ആ സമയത്ത് ജലജയാണെങ്കിൽ എൻ്റെ കാലം ഇങ്ങനെ തീരുമല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് അഭിയോടും നവ്യയോടും ഒക്കെ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയല്ലോ, എന്തായാലും അഭി അങ്ങനെ ചോദിച്ച് ജീവിക്കേണ്ട, എനിക്കിട്ട് പണി തന്നതിന് അവനും ഞാൻ കൊടുക്കുന്നുണ്ട്, അവനാണല്ലോ ഓരോ തോന്നിയസം കാണിച്ച് കൂട്ടിയത്, അതുകൊണ്ട് അവനും ഇക്കാര്യത്തെക്കുറിച്ച് ഒന്ന് അറിയണം, ഇവരറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, കുറച്ച് അവനും കൂടെ ടെൻഷൻ അടിക്കട്ടെ എന്നും ജലജ തീരുമാനിക്കുകയാണ്.